ഹായ് ഹലോ അസ്സാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ മുഹറം 10-ൻ്റെ അന്നെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട്, അപ്പം എഡിറ്റ് ചെയ്യാനൊന്നൊരു സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ നേരം വൈകിയതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പണിക്കാരുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ പണിക്കാരുണ്ട്. ഒരാളുള്ളൂ. തെങ്ങിൻ്റെ തടം തുരക്കാനും അതേപോലെ വളടാനും കവുങ്ങിൻ്റെ തൈയിനൊക്കെ വളടാനൊക്കെ ഒരാളുണ്ട്. അപ്പം മൂപ്പർക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോമ്പാണ് വിചാരിച്ചുകൊണ്ട് നമുക്ക് റെസ്റ്റൊന്നുമില്ല കേട്ടോ. നോമ്പാണെങ്കിലും നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാനൊരു മൂഡില്ലേനി. പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. നോമ്പല്ലേ, അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കടന്നിട്ടൊരു 6:30 സമയമൊക്കെ കഴിക്കണം എണീറ്റപ്പം. പിന്നെ സ്കൂളുള്ളതുകൊണ്ട് പിന്നെ അധികം കിടക്കാനും പറ്റൂലല്ലോ. അപ്പോൾ അതിന് ചോറും കറിയൊക്കെ ആവണ്ടേ. അപ്പോൾ 10 മണിക്കുള്ള കഞ്ഞിയാണ് കേട്ടോ കൊടുത്തത്. മഴ ചെറുതായിട്ടുണ്ട് കേട്ടോ. എന്നാൽ കൂടുതലായിട്ട് വലിയ മഴയായിട്ടില്ല, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ തടമൊക്കെ തുറന്നതാണ് കേട്ടത്. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പറമ്പൊക്കെ ഇറങ്ങിയാൽ മതി. അവിടെ പിന്നെ വളടാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഞ്ഞി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചോറിന് എന്തെങ്കിലുമൊക്കെ കൂട്ടാനുണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ നമ്മളെ കടച്ചക്കല്ലേ, കടച്ചക്കയായിട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ വെക്കണത്. ഇത് എനിക്ക് അപ്പം കാപ്പിക്ക് പോയപ്പോഴേ അവിടുത്തെ ചേച്ചി തന്നതാണ് കേട്ടോ. നമ്മളിവിടെ ഉണ്ട്, നമ്മളെ മുറ്റത്തുണ്ട് കടച്ചക്ക. അത്യാവശ്യം വലുപ്പമായി വരുന്നുണ്ട്. പക്ഷേ ചേച്ചി തന്നപ്പം ഞാൻ വാങ്ങിയെന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു തരുമ്പോൾ നമ്മൾ വാങ്ങാതെ ഓൽക്കൊരിടങ്ങാറാണ് എന്തെങ്കിലും തരുമ്പോൾ വാങ്ങാതെ വെക്കണത്. അപ്പോൾ ഞാൻ വാങ്ങി. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചങ്ങാണ്ട്. ഇത് വലുതാണ് കേട്ടോ, നല്ല വലുതാണ്. പിന്നെ നല്ല പൊടിയുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒരു മുറി എടുത്ത് ഉപ്പേരി വെക്കണം കേട്ടോ. അതന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. 2 എണ്ണമാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ മുറിച്ചങ്ങാണ്ട് അമ്മയ്യക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിന് ചെറിയൊരു കറ ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൈമലാക്കിങ്ങാണ്ട് ആണ് കേട്ടോ നന്നാക്കൽ. അല്ലെങ്കിൽ വളഞ്ഞി പോലെ ഇങ്ങനെ പൊട്ടിപ്പിടിച്ചും കൊണ്ടേക്കാരം. നമ്മൾ ചക്കൻ്റെയൊക്കെ പോലെ ഇതാക്കൂലേ, അതേപോലെ വളഞ്ഞി ഉണ്ടാവും. അതിലിങ്ങനെ കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കൊണ്ടേക്കാരം. അപ്പോൾ വെളിച്ചെണ്ണ ആക്കിയാൽ വലിയ പ്രശ്നമല്ല. പെട്ടെന്ന് കണ്ടാൽ നമ്മളെ ഇടിച്ചക്കൻ്റെ പോലെ ഉണ്ട് അല്ലേ. ഇടിച്ചക്കൻ്റെ പോലെ ആണെങ്കിലും പക്ഷേ അതിൻ്റെ തോലിന് വലിയ കട്ടിയില്ല കേട്ടോ. നമ്മൾ ഇടിച്ചക്കൊക്കെ നല്ല കട്ടിയാണല്ലോ. ഇത് തോലൊക്കെ ചെത്താൻ എളുപ്പമാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ തോലൊക്കെ ചെത്തിങ്ങാണ്ട് ചെറുതാക്കി അരിയുന്നുണ്ട്. ചെറുതാക്കി നീളത്തിൽ ഇങ്ങനെ പറ്റ നൈസാക്കി അരിയണ്ട, പെട്ടെന്ന് വേവണതാണ് കേട്ടോ. അത് വലിയ വേവൊന്നുമില്ല അതിന്. അപ്പം പറ്റ നൈസാക്കിയാൽ അത് ഉടഞ്ഞു പോവും. അപ്പോൾ ഒരു പാകത്തൊരു വലുപ്പത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് കടുക് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കല്ല, കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കടച്ചക്കല്ലേ അതിട്ട് കൊടുത്തിട്ട് ഒരിത്തിരി കരിവേപ്പും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണേ, ഇല്ലെങ്കിൽ എന്താണെന്നോ പെട്ടെന്ന് അടി പിടിക്കും ഇത്. അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നുകൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയും അതുപോലെ പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തുങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്യാബേജ് ഉപ്പേരിയൊക്കെ വെക്കൂലേ അതേപോലെയൊക്കെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതുകൊണ്ട് മസാലക്കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉപ്പേരി വെച്ചാലും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതാ തേങ്ങ ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അധികം ഇളക്കരുത്, ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയായി.
പിന്നെ ഞാൻ പരിപ്പും മുരിങ്ങയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിക്ക് കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും ചെറിയുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അരച്ചുകൊണ്ട് കറി ഉണ്ടാക്കി. അപ്പം സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചോറ് വിളമ്പാനെല്ലാം നേരമായിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ട് വേണം സ്കൂളിലൊന്ന് പോകണം. 3 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. ഇന്നിപ്പം മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു മുട്ടയൊക്കെ പൊരിച്ച് കണ്ടാണ് കേട്ടോ ചോറ് കൊടുക്കണത്. ഇനിയിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് എപ്പോഴാണ് വരിക എന്നറിയില്ല. വന്നിട്ട് വേണം നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ. ആ തുറക്കണ സമയമാകുമ്പോഴേ ഒന്നുമില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഇരടങ്ങേറാണ് കേട്ടോ. നല്ല ചൂട് വേണോ? അപ്പോൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം 4:30 കഴിക്കണം കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അടുക്കളയ്ക്ക് വന്നത്. ഇനിയിപ്പോൾ ഹെവി ആയിട്ടുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഞാൻ എളുപ്പത്തിലൊരു ക്യാബേജായിട്ട് ഒരു കൊക്കവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത്. വൈകുന്നേരമായപ്പോത്തിന് നല്ല മഴ പെയ്തു. അപ്പോൾ ഞാൻ ക്യാബേജും അതേപോലെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിക്കൊരു ഇത്തിരി സവോളയും പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും അതിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതൊരു ഇത്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ക്യാബേജ് കൊക്കവടക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി അപ്പസോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പസോഡ ചേർത്താൽ കുറച്ച് ചേർത്താൽ മതി. അത് ചേർത്താൽ ഒന്നും കൂടി മാവ് പൊന്തി വരും. പിന്നെ ഞാൻ 1/2 കപ്പ് അരിപ്പൊടിയും അതുപോലെ 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് ഉണ്ടേനി, അത് ഞാൻ വന്ന് നോക്കിയപ്പം കടലമാവ് ചെറുതായിട്ടൊന്ന് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒഴിവാക്കി. അപ്പോൾ കടലമാവിന് പകരം അരിപ്പൊടി ആണ് കേട്ടോ ചേർക്കുന്നത്. അരിപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തുങ്ങാണ്ട് നല്ലോണം ഒന്ന് മാവാക്കി വെക്കുക കേട്ടോ. വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ മാവ് നമ്മൾ എണ്ണയിൽ കൊയ്ക്കുമ്പോഴേ ആകെ ചെതറിപ്പോകും. അപ്പം നല്ല ലൂസും ആവരുത്, എന്നാൽ നല്ല ടൈറ്റും ആകരുത്, അതിൻ്റെ ഇടയിൽ അങ്ങനെ. ഇതുണ്ടാക്കി വരുമ്പോഴേ ക്യാബേജാണെന്ന് തോന്നുകയില്ല കേട്ടോ. അതിൻ്റെ ഒരു ചൊയോ അല്ലെങ്കിൽ മണോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ കൊക്കവട ഉണ്ടാക്കി തിന്നണ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ക്യാബേജ് കൊക്കവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ലൊരു മണമുണ്ട് നമ്മൾ ചിക്കൻ മസാലയൊക്കെ കൂട്ടിയിട്ടേ. പിന്നെ ഞാൻ കാരക്കയിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടേനി. പിന്നെ 2 മാങ്ങല്ലേ, മാങ്ങ ചെത്തിങ്ങാണ്ട് നല്ല പഴുത്ത മാങ്ങ ഉണ്ടേനി. അപ്പോൾ അത് ചെത്തിങ്ങാണ്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നോമ്പ് തുറക്കട്ടെ. കൊക്കവട നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേട്ടോ. അപ്പോൾ ക്യാബേജ് കൊക്കവട ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുകൊണ്ടി. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്, മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.